ഹായ് ഫ്രണ്ട്സ്, ബിഗ് ബോസ് സീസൺ 6 ബിഗ് ബോസ് പ്ലസിന്റെ എപ്പിസോഡ് 36ന്റെ റിയാക്ഷൻ ആണ് ഡേ 50. സോ സംസാരിച്ചധികം സമയം കളയുന്നില്ല. നമ്മുടെ എപ്പിസോഡിന്റെ വീഡിയോ നമ്മുടെ മെയിൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ലിങ്ക് ഇൻ കമന്റ് ബോക്സ്, പിൻഡ് കമന്റ് അല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ കണ്ടിട്ട് വരാൻ. നമുക്ക് അധികം സമയം കളയുന്നില്ല, നമുക്ക് റിയാക്ഷനിലേക്ക് പോവാം. എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ ശ്രീധുവിനെയാണ് കാണിക്കുന്നത്. എന്താ ഐശ്വര്യം? ശ്രീധുക്കാരോടാ ശ്രീധുവിടെ ക്രഷ് വന്നിട്ടുള്ളത്? രശ്മിൻ ശ്രീധുവിനോട് ചോദിക്കണം, ശ്രീധു നിനക്ക് ക്രഷ് തോന്നിയത് ആരോടാണ്? ശ്രീധു വേണ്ട, എന്റെ പേര് പറയണ്ട കേട്ടോ. ഇവിടെ രണ്ടുപേരോട് ക്രഷ് വന്നിട്ട്. നിനക്ക് രണ്ടുപേരോട് തോന്നിയിട്ടുണ്ടാവും, പക്ഷെ നിന്നോട് ആർക്കും തോന്നാൻ ഒരു ചാൻസ് ഇല്ല. ഒന്നാരാധയ്ക്ക്. അപ്പൊ രശ്മിൻ പിന്നെ ശ്രീധുവിനോട് ചോദിക്കണം, എനിക്ക് ക്രഷ് തോന്നിയത് ആരാന്ന് അറിയണ്ടേ? ചോദിക്കുന്നീ ചോദിക്കൊന്നാരാന്ന്? ശ്രീധു വേണ്ട, അങ്ങനെ ഞാൻ ചോദിച്ചിട്ട് എന്റെ പേര് തന്നെ എന്നോട് പറയാനല്ലേ, ഞാൻ അതിന് നിക്കണില്ല. ശരി, ആരാ? ഗബ്രി. ഗബ്രിയോ? എന്ത് ക്യൂട്ട് പയ്യൻ. അവൻ വാ തുറന്നതും പോയി. ഗബ്രി വാ തുറന്നപ്പോ നിനക്ക് ക്രഷ് പോയി. നീ വാ തുറക്കണേന് മുമ്പേ പോയി. വാ തുറന്നപ്പോ പിന്നെ ഒട്ടുമില്ല. ആളാരാന്ന് ഞാൻ ആളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വല്ലാണ്ട് അങ്ങോട്ട് ശ്രീധുവിന്റെ അടുത്തേക്ക് അടുക്കണ്ടാട്ടാ, എനിക്ക് വല്ലാണ്ട് ഇഷ്ടമല്ല. അതൊക്കെ പോയി ശരിക്കും ഇവിടെ. അത് കഴിഞ്ഞ് രതീഷേന്റെ മനസ്സിബയും കൂടി ഒരു റൂമിൽ ഇരിക്കുകയാണ്. അവരെന്തോ സംസാരിക്കേണ്ടത്, നമുക്ക് എത്തി നോക്കിയിട്ട് വരാം. ഇല്ലാന്നാണ് എനിക്ക് പൻസിബന്റെ അടുത്ത് കുറെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ രതീഷ് പറയാണ്, ഈ വീട്ടിലെ എല്ലാവരുടെ വിഷമം കേൾക്കാനാണ് എന്നെ വിട്ടിട്ടുള്ളത്. ഞാൻ ആരോട് ചോദിച്ചിട്ടും ആർക്കും ഒരു വിഷമമില്ല. ആകെ അൻസിബ മാത്രമാണ് എന്നോട് സംസാരിച്ചത്. അല്ലെങ്കിൽ അൻസിബ നിൽക്കുമ്പോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അൻസിബ സംസാരിച്ചില്ല എന്ന് രതീഷ് പറയില്ലല്ലോ. അങ്ങനത്തെ പ്രശ്നമില്ല, ഞാൻ ആര് ചോദിച്ചാലും. അല്ല രതീഷ് ഏട്ടാ, അപ്പൊ വിഷമം കേൾക്കാൻ വേണ്ടി മാത്രമാണ് വന്നത്, ഗെയിം കളിക്കാനല്ല. അല്ല, നല്ല ക്യാരക്ടറാണ് അത്. രതീഷ് അൻസിബിനോട് വേണ്ടിട്ട് നല്ല ക്യാരക്ടർ ആട്ടോ. ആ ക്യാരക്ടർ വിടണ്ട. പെട്ടെന്ന് നമുക്ക് വൈബ് സെറ്റ് ആവുമല്ലോ സംസാരിക്കുമ്പോൾ. അൻസിബ എനിക്കിവിടെ ആരോടും അങ്ങനെ ഒരു അറ്റാച്ച്മെന്റോ ഒരു സംസാരിക്കാൻ പോലും തോന്നാറില്ല. ഒന്ന് രണ്ട് പേരെ ഞാൻ സർക്കിളിൽ കേട്ടുള്ളൂ. അത് ഞാൻ കുറെ ആലോചിച്ചിട്ടാ കേട്ടുള്ളൂ. എന്റെ മെയിൻ പ്രശ്നം അതാ, മറ്റുള്ളവരെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് നിൽക്കാൻ പറ്റില്ല. ഓക്കെ അൻസിബ, ശരി. നമ്മുടെ നോറയും ശ്രീരേഖ ചേച്ചി തമ്മിൽ എന്തൊരു ഫൈറ്റ് നടക്കുന്നുണ്ട്, നമുക്ക് കണ്ടിട്ട് വരാം. നിങ്ങളല്ലേ പറഞ്ഞത് ഞങ്ങളുടെ ടാലന്റ് കണ്ടിട്ടാണ് കാരണം. അപ്പൊ നമ്മുടെ നോറ ശ്രീരേഖ ചേച്ചിനോട് പറഞ്ഞു, കഴിഞ്ഞ ആഴ്ചയിലെ പവർ ടീമിന്റെ ആക്ടിവിറ്റീസ് ഭയങ്കര ബോറായിരുന്നു എന്ന്. ഇപ്പൊ ശ്രീരേഖ തിരിച്ചു പറഞ്ഞു, ബോറായിരുന്ന ഞങ്ങളുടെ സ്കിറ്റ് കണ്ടിട്ടാണോ നീ എങ്ങനടിച്ച് കരഞ്ഞത്? ആ പറഞ്ഞത് നോറയ്ക്ക് ഇഷ്ടമായില്ല. കാരണം നോറയുടെ ട്രോമേനെ ആലോചിച്ചാണ് നോറ കരഞ്ഞത്. അത് ശ്രീരേഖ ചേച്ചി ഇങ്ങനെ പുച്ഛിച്ച് പറഞ്ഞപ്പോ നോറ കരച്ചു തുടങ്ങി. ഞാൻ മാത്രമല്ല, എല്ലാവരും വന്ന് ആശ്വസിപ്പിച്ചിട്ടുണ്ട്. യോ, ഇതാരും മഹാറാണിയാ. ഹോൾഡ് കയറുന്നൊക്കെ അവളെന്താ പട്ടിയാണോ ഹോൾഡ് ചെയ്യാൻ? അല്ലെങ്കിൽ കടിക്കോ? അല്ലെങ്കിൽ ഈ പവർ ടീമിൽ കയറുമ്പോ അഹങ്കാരം ചിലവർക്ക് തലക്ക് പിടിക്കാറുണ്ട്. അങ്ങനെ കുട്ടിയാ മതി. അത് കഴിഞ്ഞ് നമ്മുടെ രശ്മി ഉപദേശിക്കുന്നതാണ് കാണുന്നത്. നിങ്ങളൊന്ന് വിളിച്ചതൊക്കെ ഇപ്പൊ വലിയ സീനാണോടെ. എന്റെ അമ്മ, ഈ ബിഗ് ബോസിന്റെ പോക്ക് അങ്ങോട്ട്. ഹോൾഡ് യുവർ ടങ് നോറ. ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ അവരൊന്ന് വിളിക്കാതെ ആരെയും ഉപദേശിക്കണേന്ന് നോക്ക്. എന്റെ പൊന്നു രശ്മിനെ, നീ ആ ജിൻഡോനെ എടാ പോടാ മറ്റവനെ മറച്ചവനെ എന്നല്ലാണ്ട് വേറെ എന്തെങ്കിലും വിളിക്കാറുണ്ടോ? പേര് അല്ലെങ്കിൽ ചേട്ടൻ അല്ലെങ്കിൽ ചേച്ചി എന്തുവാടേ? ഇപ്പോഴത്തെ ബിഗ് ബോസിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാള് പറയണത് വേറൊരാൾക്ക് മനസ്സിലാവില്ല. ഞാൻ ഇതൊരു വിഷയാക്കാൻ എനിക്ക് താല്പര്യമില്ല. ആന് പോയ ശേഷം കണ്ടന്റ് ഇല്ലാതിരുന്ന നോറയ്ക്ക് പുതിയൊരു തൂണ് കിട്ടി ശ്രീരേഖ. ഇന്റർനാഷണൽ ഫാൻസ് ഉള്ളതാണ്. സായി, നീ അത് അർത്ഥം പറ്റൊന്നും പറഞ്ഞതല്ലല്ലോ അല്ലേ? അതായിക്കോട്ടെ. അപ്പൊ നമ്മുടെ നോറേനെ ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചു. അത്ര നേരം കരച്ചില് മാറി ഫുഡ് കഴിക്കാൻ പോയ നോറ പെട്ടെന്ന് കരച്ചില് കൂടി കൺഫെഷൻ റൂമിൽ പോയിരുന്ന് കരയാ. നോറയിലേക്ക് എനിക്കിത് സീനാക്കാൻ ഒരു താല്പര്യമില്ല. നിങ്ങളിത് ടെലികാസ്റ്റ് ചെയ്യരുത്, ഞാൻ പറഞ്ഞോട്ടെ. ഇത് പുറത്ത് കാണിക്കാൻ വേണ്ടിട്ടൊന്നും ഞാൻ പറയിക്കുന്നു. ബിഗ് ബോസ് ഒരിക്കലുമില്ല. ധൈര്യമായിട്ട് പറയൂ നോറ, ഞങ്ങൾ ആരോടും പറയില്ല. എനിക്ക് പുറത്തിവിടെ ആരോടും സംസാരിക്കാനൊന്നും പറ്റുന്നില്ല. പുറത്തുള്ളവരാണെങ്കിൽ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ശ്രീരേഖ ഞാൻ അങ്ങനെ അവളെ എങ്ങലടിച്ച് കരഞ്ഞു എന്ന് പറഞ്ഞത് അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്റെ ഒരു ഇരട്ടത്താപ്പായിട്ട് പുറത്തേക്ക് പോയാൽ എനിക്ക് നെഗറ്റീവ് ആവും. തൽക്കാലം രശ്മിനെ കെട്ടിപ്പിടിച്ചൊന്ന് കരഞ്ഞേക്കാം അല്ലേ? അത് ഓരോരുത്തരും അങ്ങനെ എടുക്കുള്ളൂ. അതിനിങ്ങനെ എന്തോ ജാസ്മിനെ പാത്രം ഒന്നും കിട്ടിയില്ലേ? അങ്ങനെ എടുത്തോണ്ട് വന്നോ? അറിയാം, മനസ്സിലായി. അയ്യതേ ഇരുന്ന് കരയണ്. അപ്പുറത്ത് വലിയ റാണിയായിട്ട് ഹോൾഡ് കയർ എന്നോട് കളിക്കണ്ടെന്നൊക്കെ പറഞ്ഞ ആളാ. അടി ഉണ്ടാക്കാൻ പറ്റിയ വേറെ ആരും ഇല്ലടാ, ഞാൻ മാത്രം ടോക്സ്. അഭിഷേക, നിന്റെ സംഭവം നിനക്ക് അവിടെ ഇറക്കാൻ പറ്റുന്നില്ല. വിട്ട ആളും സ്ട്രോങ് അല്ലായിരുന്നു, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ബിഗ് ബോസും തടഞ്ഞു, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റൂലടാ.
അത് ശരി. പുതിയ ക്യാപ്റ്റൻ ഭയങ്കര ക്യൂട്ടാണ്, ഭയങ്കര അടിപൊളിയാണെന്നൊക്കെ കേട്ടല്ലോ. കാലേ വരെ നിലത്തടിക്കാൻ തോന്നൂടി, നീ ഒന്നും പറയണ്ട. അത്ര മോശമാണോ ക്യാപ്റ്റൻ? മോശമാണോ മോശം എന്ന് പറഞ്ഞാൽ മോശം വാക്കുകൾക്ക് തെറ്റായി പോകുന്നത്. ദൈവമേ തീർന്ന്. അത് ഇപ്പൊ വന്ന പരട്ട ക്യാപ്റ്റൻ എനിക്ക് പണി വന്നതാണ്. എന്ത് ചെയ്യാൻ പറ്റും, ഈ എങ്ങനെയൊക്കെ. ലക്ഷ്മി ബി ലൈക്ക് ഗബ്രീനെയും കിട്ടിയില്ല, ശ്രീധുവിനെയും കിട്ടിയില്ല, എന്നാ അഭിഷേകിനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പണിയെടുത്തങ്ങ് ജീവിച്ചു പോവുക. പിന്നെ ഒത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും സോ മാഡം എന്ന്. അത് കഴിഞ്ഞ് നമ്മുടെ പുതിയ പവർ ടീമിന്റെ പുതിയ പരിഷ്കാരങ്ങളായിരുന്നു. നമുക്കൊന്ന് കേട്ടു നോക്കാം. സോ മാഡം എന്ന് വിളിക്കണം. അതായത് വർക്ക് ചെയ്യുമ്പോൾ എല്ലാവരും പരസ്പരം സാർ അല്ലെങ്കിൽ മാഡാം എന്ന് വിളിക്കണം. സോ മാഡം എന്ന് വിളിക്കണം. സാറൊക്കെ പഴയ സാറല്ല, പുതിയ സാറുമാരുടെ സാറാണെന്ന് പറഞ്ഞു സാറേ. നിർത്തണം നിന്റെ ഈ സാറ് വിളി. നീ ഏതർത്ഥത്തിലാ ഈ സാറേ എന്ന് വിളിക്കുന്നത് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച സാറ് മനസ്സിലായി. സന്തോഷം. വരട്ടെ സാറേ. വെറുതെ സാറേ. എന്താ സാറേ, വിട് സാറേ. സാറേ ബിഗ് ബോസ് ഹൗസിൽ സാറിനോ മേഡമെന്നോ വിളിച്ചു കഴിഞ്ഞാൽ തന്നെ അതൊരു ഊക്കായിട്ടാണ് എല്ലാവരും കൺസിഡർ ചെയ്യുള്ളൂ. കുട്ടികൾ കാണുന്ന ഒരു ഷോ അല്ലേ, ഇവർ റെസ്പെക്ട് ഇല്ലാതെ ഇങ്ങനെ എന്തിനു പറയുന്നു? സായി ആണെന്ന് തോന്നുന്നു ഈ തീരുമാനം എടുത്തത്. സായി ഇങ്ങനെ പറയാനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീക്കെൻഡ് എപ്പിസോഡിൽ ആരേട്ടം വന്നപ്പോൾ പ്രേക്ഷകരുടെ പ്രതികരണം കാണിച്ചുവല്ലോ. അപ്പൊ അതിൽ ഒരാൾ പറഞ്ഞിരുന്നു ഇവർക്ക് എന്താ പരസ്പരം ബഹുമാനം ഇല്ലാതെ സംസാരിക്കണേന്ന്. അപ്പൊ ആ ഒരു ഇതിൽ നിന്നാണ് ബഹുമാനം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാർ മാഡം വിളികൾ കൂട്ടിച്ചേർന്നതെന്നാണ് സായി പറയുന്നത്. അത് നമ്മുടെ വഴക്കുകൾക്കുള്ളിൽ വരുന്ന സംസാരമാണ്, അതാണ് നമ്മൾ മാറ്റണമെന്ന് ജാസ്മിൻ പറഞ്ഞു നമ്മൾ വഴക്കിടുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കുന്നത് കേട്ടിട്ടാണ് ബഹുമാനം ഇല്ലെന്ന് ചോദിക്കണേ. ഒരു സെക്കൻഡ്, ജാസ്മിൻ പറഞ്ഞ പോലെ ഇപ്പൊ അവിടെ അങ്ങനെ സംഭവിച്ചു. പക്ഷെ സായിയുടെ ബുദ്ധിയാണല്ലോ, സായി പറഞ്ഞതാണല്ലോ. ഇപ്പൊ ജാസ്മിൻ പറഞ്ഞെന്ന് വെച്ച് നമുക്ക് അങ്ങനെ തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. സായി ബി ലൈക്ക് എന്നാലും വിളിച്ചോ, ഒരു രസമല്ലോ വിളിച്ചോ. അതിനും ഇതിനും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഞങ്ങൾ വർക്ക് പ്ലേസിൽ എന്നാണ് പറഞ്ഞത്. പിന്നെ വീട്ടിലെല്ലാവരും അതിനെ ചോദ്യം ചെയ്തപ്പോ സായിക്ക് തന്നെ മനസ്സിലായി ഞാൻ പറഞ്ഞത് മണ്ടത്തരാണല്ലോ. എന്നാലും സായി സമ്മതിക്കില്ല. മാഡം എന്നുള്ളതല്ല റെസ്പെക്ട് എന്ന് പറയുന്നത്. റെസ്പെക്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പെരുമാറുന്ന രീതി, നമ്മൾ നമ്മുടെ കത്തിക്കാൻ പോണ നമ്മുടെ വെടിക്കെട്ടുകാരൻ ചേട്ടനുണ്ടല്ലോ, പുള്ളിക്ക് എന്തോ ബുദ്ധിപരമായ കാര്യം പറയാണ്ട് നമുക്കൊന്ന് കേട്ടു നോക്കാം. നമുക്കൊരു ഹെവി ടാസ്കാ, ഡെയിലി അത് ചെയ്യേണ്ടതാണ്. ഓ ബുദ്ധി ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിട്ടാണോ ഇതിങ്ങനെയൊക്കെ പറയുന്നത്? കൊണ്ടുവന്നത് നിങ്ങളുടെ അനുവാദത്തോടെ. എന്റെ പൊന്നു നന്ദനെ, നീ പവർ ടീമിൽ കയറിയിട്ട് പഴം വിഴിഞ്ഞ പോലെ നിൽക്കാൻ വേണ്ടിയിട്ടാണോ ജിൻഡോനെയും സിജോനെയും ഒക്കെ തട്ടി മാറ്റി അകത്ത് കയറിയത്? ശരിക്കും വർക്ക് ടൈമിലല്ല, ശരിക്കും അടി പിടിക്കുമ്പോഴാണ് സാർ മാഡം വിളിക്കേണ്ടത്. ഗബ്രി അത് പോയിട്ട് എല്ലാരും പോവാലോ, മാക്സിമം നമ്പർ ഓഫ് അതായത് സായി നാളേക്കുള്ള ഒരു ചലഞ്ച് ഡിസ്കസ് ചെയ്യാണ്. അതായത് ആണുങ്ങളെല്ലാം പൂവാലന്മാര്, പെണ്ണുങ്ങളെല്ലാം കോളേജിലെ പെൺകുട്ടികൾ. ഈ പൂവാലന്മാര് പെൺകുട്ടികളെ വളയ്ക്കാൻ വരുന്നത് പോലെ ഒരു ടാസ്ക് നമുക്ക് നാളെ ചെയ്യാന്ന് സായി പറയുന്നു. രാത്രി അടുത്ത ഡിസ്കഷൻ, പുറത്ത് പോയിരുന്ന് ഫുഡ് കഴിക്കുന്ന അൻസിബ പറയുന്നു ജിൻഡോക്ക് എല്ലാം അറിയാം, ജിൻഡോ അറിയില്ല എന്ന പോലെ അഭിനയിക്കുന്നതാണ്. കയ്യോണെങ്കിൽ കല്യാണം ലേറ്റ് ആവുന്നതാണ്. അതുകൊണ്ടാ എന്റെ പൊന്ന ഋഷി ഇനി എന്ത് ലേറ്റ് ആവാനാണ്, ഇപ്പൊ തന്നെ ലേറ്റാ. ഇതിനകത്ത് വെച്ച് തന്നെ എടാ ഒരു ചേച്ചിയുടെ ആഗ്രഹം നാണം വന്ന് കല്യാണക്കാര്യം പറഞ്ഞപ്പോ ഋഷിക്ക് നാണം വന്നു. അതെന്തുവാ സിജോ മൊട്ടടിച്ചു മാറ്റണ? ഒട്ടും കള്ള ലക്ഷണം ഇല്ലാത്തത് കൊണ്ടും അൻസിബ മുഖത്തേക്ക് നോക്കാത്തത് കൊണ്ടും അവൾക്ക് മനസ്സിലായില്ല. അപ്പൊ നന്ദൻ അടിച്ചു മാറ്റി കൊടുത്ത മുട്ട സിജോ പൊട്ടിച്ച് പ്ലേറ്റിൽ ഒഴിച്ച് അവനിൽ വെച്ച് വേവിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അവന്റെ സൗണ്ട് പുറത്തേക്ക് കേൾക്കാതിരിക്കാൻ വേണ്ടിട്ട് നന്ദന കാളരാഗത്തിൽ അലക്കലക്കുണ്ട്. ഗബ്രി എടി നീ ഒന്നും മിണ്ടാതിരി, നിന്റെ ഈ ഓവർ സാധനം കണ്ടിട്ട് ആൾക്കാർ ഇങ്ങോട്ട് കയറി വരും. അങ്ങനെ വേവിച്ച ആ മുട്ട ഗബ്രിയും അഭിഷേകും ഋഷിയും അതേപോലെ തന്നെ നമ്മുടെ സിജോയും എല്ലാവരും കൂടി തിന്നു തീർത്തു. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ പ്ലസ് എപ്പിസോഡിൽ ഉള്ളത്. നമ്മുടെ മെയിൻ എപ്പിസോഡ് കാണണം എന്നുള്ളവർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നില്ലെങ്കിൽ ലിങ്കിൽ കമന്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഫസ്റ്റ് തുടക്കത്തിൽ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മെയിൻ ചാനലായ സെലക്ട് ഹൗസിൽ പോയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് എപ്പിസോഡ് 51 പ്ലസ് റിയാക്ഷനുമായിട്ട് നമുക്ക് നാളെ ഈ ചാനലിൽ തന്നെ കാണാം. അതുവരെ